2024 കഴിഞ്ഞ വർഷം ജൂൺ 23 കാനഡയിൽ വെച്ചാണ് ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി. അവിടെ വെച്ചാണ് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത്. അച്ഛൻ അവിടെ വരികയും 2 ദിവസത്തെ ഉടമ്പടി ക്ലാസ്സുകളും ഉടമ്പടി ധ്യാനം അറ്റൻഡ് ചെയ്യുകയും ഞങ്ങളവിടെ വെച്ച് ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഞാനും എൻ്റെ കുടുംബവും അതിൽ പൂർണ്ണമായി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യം വെച്ചൊരു നിയോഗം എന്ന് പറയുകയാണെങ്കിൽ അത് ഭയങ്കര അത്ഭുതകരമായി മാതാവ് ഒരു സമയ ചുരുക്കത്തിലൂടെ ഞങ്ങൾക്ക് നേടിത്തന്ന ഒരു അനുഗ്രഹമായിരുന്നു. പൂർണ്ണ വിശ്വാസം ആയിട്ടല്ലായിരുന്നു ആ നിയോഗം ഞാൻ വെച്ചത്. കാരണം ഞാൻ 2004, 2005 കാലഘട്ടങ്ങളിൽ നേഴ്സിംഗ് പഠിച്ചിറങ്ങിയ ഒരു നേഴ്സാണ്. അന്ന് USA ആണ് എല്ലാ നേഴ്സുമാരും പോകാൻ ആഗ്രഹിക്കുകയും ഓപ്പൺ ആയിട്ടിരുന്ന ഒരു സ്ഥലം. വേറെ ഒരു രാജ്യങ്ങളും അങ്ങനെ ഓപ്പൺ അല്ലായിരുന്നു. അന്ന് മുതൽ ഞാൻ എൻ്റെ IELTS എല്ലാം ഫസ്റ്റ് ചാൻസിൽ പാസ്സാകും, CGFNS പാസ്സാകും, NCLEX പാസ്സാകും, എല്ലാ എക്സാമും പാസ്സാകുമെങ്കിലും ഇവിടെ എൻ്റെ പേപ്പർ വർക്ക് മൊത്തം തടസ്സമായിരുന്നു. അത് മുന്നോട്ട് പോകും തോറും ഭയങ്കര കോംപ്ലിക്കേറ്റഡായിട്ട് പോകും. അങ്ങനെ 2007, 8, 9 കാലങ്ങളിൽ അമേരിക്ക ഉപേക്ഷിച്ചു. ഞങ്ങൾ 2011 ആയപ്പോൾ ഞങ്ങൾ കാനഡയിലോട്ട് പോയി. കഴിഞ്ഞ 14 വർഷമായിട്ട് കാനഡയിലാണ്. അങ്ങനെ ഈ US 2017 ഓപ്പൺ ആവും. ഞാൻ വീണ്ടും അങ്ങോട്ട് പോകാൻ അപ്ലൈ ചെയ്യും. എൻ്റെ പേപ്പർ നടക്കത്തില്ല. ആർക്കുമില്ലാത്ത ഒരുപാട് തടസ്സങ്ങൾ പറയാനാണെങ്കിൽ അത് എനിക്ക് പോലും മനസ്സിലാകത്തില്ല എന്താണ് ഇത്ര തടസ്സമെന്ന്. അങ്ങനെ അതൊരു സൈഡിൽ ഇട്ടിരിക്കുവാണ്. എപ്പോഴെങ്കിലും പോകാം, ഇപ്പം എന്തായാലും കാനഡയിലാണല്ലോ, ഇനി US പോകണ്ട, ദൈവത്തിന് അത് ആഗ്രഹമില്ലായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ കഴിഞ്ഞ വർഷത്തെ ഉടമ്പടി പങ്കെടുത്തപ്പം അച്ഛൻ പറഞ്ഞ ഒരു കാര്യമാണ് സ്ട്രൈക്ക് ചെയ്തത്. നിങ്ങൾക്ക് നടക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉടമ്പടിയിൽ വെക്കരുത്. നിങ്ങൾക്ക് എന്ത് നടക്കില്ല അതാണ്. ഞാനൊരു ചലഞ്ചായിട്ടാണ് അത് എടുത്തത്. അച്ഛൻ പറഞ്ഞത് എനിക്കൊന്ന് അറിയണമല്ലോ. അപ്പോൾ ഞാനത് എൻ്റെ ഫസ്റ്റ് അത് പറയണമെന്ന് വെച്ചില്ല. ഞാൻ വേണ്ട, US പ്രോജക്റ്റ് പറയണ്ട അച്ഛൻ്റെ അടുത്ത്, വേറെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉള്ള പോലെ ഉണ്ട്, നമുക്കത് വെക്കാം. പക്ഷേ ഉടമ്പടി കാശുരൂപം മേടിക്കാൻ അച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഒരു 5 സെക്കൻഡ്സ് നമുക്ക് സമയം തരും. അച്ഛനോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാം. പക്ഷെ അച്ഛൻ്റെ അടുത്ത് ഞാൻ ചെന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് വന്നത്, അച്ഛാ ലാസ്റ്റ് 18 years